ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഹെയർ ബാൻഡ് അതായത് ഒരു ഹെയർ ബോ എടുത്തിരിക്കുകയാണ്. സ്ലിമ്മായിട്ടുള്ള ഒരു ഹെയർ ബോ എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഹെയർ ബോ വേണം. പിന്നെ ഞാൻ ഈ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ഗ്ലിറ്റർ ട്യൂബ്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ലെങ്തി ആയിട്ട് നീളനെ ഒരു കയറ് പോലെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 5 or 6 ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തൊട്ടും നമുക്കൊരു പൈസ നഷ്ടം വരുന്ന ഒരു രീതിയിലുള്ളതല്ല. കാരണം നമുക്ക് ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് 5 or 6 ഹെയർ ബാൻഡായിട്ട് നമുക്ക് ഇതിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് വേണ്ടത് ഒരു എൻഡ് ടാപ്പാണ്. നമ്മുടെ ഹെയർ ബാൻഡിൽ ഉപയോഗിക്കുന്ന ഒരു എൻഡ് ടാപ്പാണ് നമുക്കിനി വേണ്ടത്. പിന്നെ ഒരു കത്രിക വേണം. ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹെയർ ബാൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഹെയർ ബോ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഈ ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഈ ഹെയർ ബോയുടെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറണ്ട് പോയി എങ്കിലും നമ്മളിത് വീഡിയോ നമ്മളെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ സൈസിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ഹെയർ ബോയുടെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇത് ഏകദേശം ഇത്ര വലുപ്പമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സൈസ് നമുക്ക് കൂടെ കുറയുക ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈസിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇനി ഇതെങ്ങനെയാണ് ഇതിൽ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നുമല്ല, ഇതിനൊരു ഹോൾ ഉണ്ടായിരിക്കും. ഈ ഗ്ലിറ്റർ ട്യൂബിന് ഒരു ഹോൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് കാണാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഗ്ലിറ്റർ ട്യൂബ് ഇതിനകത്തേക്ക് ഇങ്ങനെ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇങ്ങനൊരു ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഈ ഗ്ലിറ്റർ ട്യൂബ് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഗ്ലിറ്റർ ട്യൂബ് ഈ ഒരു ബോയുടെ അടുത്തേക്ക് ഹെയർ ബോൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ 2 സൈസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഗ്ലിറ്റർ ട്യൂബ് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ടാപ്പ് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ എൻഡ് ടാപ്പ് നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇപ്പോൾ ഹെയർ ബോ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഭാഗം ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ. അപ്പോൾ നമുക്കവിടെ ഈ എൻഡ് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ സ്റ്റിക്കറാണ് ഉണ്ടാവുക. ഈ സ്റ്റിക്കർ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റിക്കർ സൂക്ഷിക്കണം. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എന്നാലും നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ചീന്തിയിട്ട് നമ്മുടെ എൻഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു സൈഡിൽ എൻഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എൻഡ് ടാപ്പ് എടുത്തിട്ട് ഇതിന് 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്ക് വീണ്ടും ഏകദേശം ഒരു അളവാണ് കേട്ടോ 1 ഇഞ്ച് വലിപ്പം എന്നുള്ളത്. നിങ്ങൾക്കത് റോള് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് വണ്ണത്തിലോ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലെങ്ത്തിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതിൽ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിൽ ഞാൻ വീണ്ടും അതൊന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡ് സ്റ്റിക്കറും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇതിൻ്റെയും കൂടെ സ്റ്റിക്കർ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് നമ്മൾ ചെയ്തതുപോലെ എൻഡ് ടാപ്പ് ഈ സൈഡിലും കൂടെ നമ്മളിതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുത്തത്. ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ധരിക്കുന്നത്. മറ്റ് ഫ്ലവേഴ്സോ മറ്റോ ആണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് പറിച്ചെടുക്കും. ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, അതായത് ദീർഘകാലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.